പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നു. നാളെയാണ് പ്രധാനമന്ത്രി എത്തുക. നാളെ വൈകിട്ട് 3 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് മഹാസമ്മേളനം നടക്കും. അതേസമയം തൃശൂർ പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്ര പരിസരത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. മൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ചു വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി തന്നെ പ്രധാനമന്ത്രി എത്തുന്നു. റോഡ് ഷോയ്ക്ക് 2 മണിക്ക് റോഡ് ഷോയ്ക്ക് ശേഷമാണ് തേക്കിൻകാട് മൈതാനിയിൽ വലിയ തോതിലുള്ള മഹിളാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് ഏതാണ്ട് 2 ലക്ഷത്തിലധികം വനിതകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്കൂളുകൾക്ക് അവധിയടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര പരിസരത്ത് ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്ന ഹൈക്കോടതി ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ നിത്യാരാധനയും ചടങ്ങുകളും ഉത്സവങ്ങളും ആചാരപ്രകാരമാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നും ദേവസ്വം ബെഞ്ച് കൃത്യമായി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനം പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കണമെന്ന നിർദ്ദേശവും കോടതി ഉത്തരവിലൂടെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഒപ്പം തന്നെ പരസ്യ ബോർഡുകൾ പാടില്ലെന്നും മൈതാനം സംരക്ഷിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ, മുൻകാല ഉത്തരവുകൾ പൂർണ്ണമായും തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കഴിഞ്ഞ തവണത്തെ ഇടയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൃശൂർ സ്വദേശിയായ നാരായണൻകുട്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം ഓംബുഡ്സ്മാൻ നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി ജിജീഷ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൃശൂർ. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.